ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്ക് നല്ല ബുദ്ധിയും ആരോഗ്യം ഉണ്ടാകാനായിട്ടുള്ള ഒരു ബദാം മിൽക്ക്. അതെങ്ങനെ ഉണ്ടാക്കാം, അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ ഈസിയാണ്. ഇത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ ബുദ്ധിയും ആരോഗ്യം ഉണ്ടാകും. ബദാം എങ്ങനെ നമ്മൾ കൊടുത്താലും അത് ബുദ്ധിക്ക് നല്ലതാണ്. അതിനായിട്ട് ഞാനിവിടെ ബദാം ഒരു 15 എണ്ണം ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് തൊലി കളഞ്ഞ് എടുത്തത്. ഇനി കാഷ്യൂനട്ടൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. 5 അല്ല 10 എണ്ണം. അതും ഞാൻ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തത്. അന്നേരം അരയ്ക്കാൻ നമുക്ക് നല്ലപോലെ അരഞ്ഞ് കിട്ടുകയും ചെയ്യും, അരയ്ക്കാൻ എളുപ്പവുമാണ്. പിന്നെ ഏലക്കാപ്പൊടി ഒരു 7 ഏലക്കയുടെ പൊടി നന്നായി പൊടിച്ചത്. പിന്നെ പഞ്ചസാര മധുരം അനുസരിച്ച് ഞാനോട് 1 ടേബിൾ സ്പൂൺ എടുത്തത്. പിന്നെ ഞാൻ പാലെടുത്തത് ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് പാല്. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ബദാം ഇട്ട് കൊടുക്കാം, അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം, ആ ഏലക്കാപ്പൊടിയും ആ പഞ്ചസാരയും. എന്നിട്ട് ഇത് അരയാനും വേണ്ടി നമുക്ക് സ്വല്പം ഈ പാലിൽ നിന്ന് സ്വല്പം പാല്, ഇത് ഞാൻ കാച്ചിയ പാലാണ്. എന്നിട്ട് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഞാനിവിടെ പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ആ പാലൊന്ന്, ഞാൻ ഓൾറെഡി കാച്ചതാ, എന്നാലും പാലൊന്നുകൂടെ ഒന്ന് ചൂടാക്കാം. പാൽ അടപ്പത്ത് വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം, അടിയിലൊന്നും പിടിക്കാതെ. പാൽ തിളയ്ക്കുന്നുണ്ട്. അതോടെ നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റ് ഇടാം, ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കുക. ഈ ബദാം ഒഴിച്ചു കഴിഞ്ഞ് നന്നായി ഇളക്കിക്കണം, കാരണം അതിൻ്റെ ഗുണങ്ങളൊന്നും ഇങ്ങനെ പാത്രത്തിൻ്റെ അടിക്ക് പറ്റരുത്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇച്ചിരി കുങ്കുമപ്പ് വേണമെങ്കിൽ ചേർക്കാം കളറിന്. ഞാനിപ്പോൾ ഒരു ഇച്ചിരി കളറിന് ഒരു നുള്ള്, ഒരു പിഞ്ച് മഞ്ഞപ്പൊടി അങ്ങോട്ട് ചേർക്കുന്നുണ്ട്, ഒരു കളറിന് വേണ്ടി. ഇതിപ്പം ചില കുട്ടികൾ ബദാം നമ്മൾ അങ്ങനെ കൊടുത്താൽ അവർ കഴിക്കത്തില്ല. ഇങ്ങനെ ആകുമ്പം അവിടെ വയറ്റിലും ചെല്ലും. ഇങ്ങനെ ഒരു 5 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ബദാം ഒഴിച്ചു കഴിഞ്ഞു. അഞ്ച് മിനിറ്റായി. ഇനി നമുക്കത് തീ ഓഫ് ആക്കാം. നമ്മുടെ ബദാം മിൽക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം, കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ്. ഇതിപ്പം നമ്മൾ ഡെയിലി കൊടുക്കുകയാണെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല. ഡെയിലി കൊടുക്കുകയാണെങ്കിൽ 2 or 3 ഇട്ട് കൊടുത്താൽ മതി. ആഴ്ചയിലെങ്ങാണോ ഒരു ദിവസം കൊടുക്കുകയാണെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.